ഹിജറ കലണ്ടർ പ്രകാരം വർഷത്തെ രണ്ടാമത്തെ തിങ്കളാഴ്ചയ്ക്കൊരു സഫറിലുള്ളത്. ഈ തിങ്കളില് യുദ്ധത്തെ ആവശ്യത്തിന് ഇതിനായിട്ട് അറബിക അങ്ങനെ അവർക്ക് പോയിട്ടാവും. ಅದಕ್ಕೆ ಬೇರೆ ಈ ತಿಂಗಳಿಗೆ ಸಫರ್ ಅಂತ ಬೇರೆ ಸಫರ್ ಅಂತ ಚೊಂದೆಂದು ಅದರ ಅರ್ಥ ಅವಬಿಟ್ಟು ಹೋದಂತಾಯ್ತು. ജാഹിലിയായ കാലത്ത് അതാണ് ചൊന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തന്റെ മുന്നോട്ട് ആ ആൾമാർക്ക് ചെന്ന അന്ധവിശ്വാസമായിരുന്നു. സഫർ മാസാക്കുന്നെങ്കിൽ അതൊരു റോഡ് കണ്ട് തിങ്കളായിരിക്കുന്നത്, അതൊരു ദുരന്തത്തെ തിങ്കളായിരിക്കുന്നത്, അതൊരു അപകടത്തെ തിങ്കളായിരിക്കുന്നു ചൊല്ലിട്ട് ഒരു കൂട്ട ആൾമാരുടെ വിശ്വാസം. ഇതൊരു ആൾമാരുടെ വിശ്വാസത്തിൽ ചെന്നെങ്കിൽ ശരീരത്തിൽ ഒഴുക്കാൻ ഭാര്യകളിൽ മുട്ടായിട്ട് ഞങ്ങളെ ഭയത്തിൽ തലയിട്ടിട്ട് ഒരു പാമ്പ് ഞങ്ങളെ ഭയത്തിലുണ്ട്. ആ പാമ്പ് പൈക്കുമ്പത്തുകയോ ಅದಕ್ಕೆ ಪೈಪು ಬರುತ್ತಿದ್ದು ಅದು ಭಯದ ಉಪದ್ರಾಕರು. ಆ ಉಪದ್ರಾಕರಂತೆ ಮಾತ್ರಲ್ಲ, ചിലപ്പോ മനുഷ്യരെ കൊല്ലുകയും സാധ്യത ഉണ്ടുണ്ട്. ആ ഭയത്തിലുള്ള പാമ്പിനെ പേരെത്തിക്കുന്ന സഹോദരത്ത് ഒരുപാട് ആൾമാരുടെ വിശ്വാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പറഞ്ഞിട്ടാകുന്നത് എല്ലാ അന്ധവിശ്വാസത്തെയും കൊണ്ടുവരുന്നു. വല്ല സഫറ അകത്തൊരു പാമ്പില്ല, അല്ലെങ്കിൽ അകത്തൊരു രോഗം കണ്ട് അപകടത്തോട് തിങ്കളുള്ളാത്ത സഫറുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ഞങ്ങളെ ഇടയിൽ വെച്ചിട്ട് ചില ആളുകൾ വിശ്വാസമുണ്ടോ ഈ തിങ്കളിൽ ഭംഗിയാത്ര വേണ്ട, ഈ തിങ്കളിൽ ഞങ്ങൾ യാത്ര കൊണ്ട് വേണ്ട, ഇത് അത്ര നല്ല നാളല്ല, അത്ര നല്ല തിങ്കളല്ലാണ്ട് ഇന്ന് ഞങ്ങളെ കൂട്ടത്തിൽ ചില ആൾമാരുടെ വിശ്വാസമുണ്ട്. ഈ തിങ്കൾ വേണ്ടാണ്ട് കൂടെ നല്ല തിങ്കൾ റബീഉൽ തിങ്കൾ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് അനുഭവീതമായ തിങ്കളായതുകൊണ്ടല്ല. നല്ല തിങ്കളുടെ വ്യക്തികളുണ്ടല്ല, ഈ തിങ്കൾ നല്ലതല്ല. തന്റെ തിങ്കളുടെ തിങ്കളുടെ തൊണ്ടമില്ല. പക്ഷേ എന്തിനാ വിശ്വാസ ഈ തിങ്കൾ അത്ര നല്ലതല്ലാണ്ട് ഒരു വിശ്വാസത്തോടു കൂടി ചില ഇന്ത്യനുള്ള ആൾമാരുള്ളത്. ഈ തിങ്കൾ മഹിളാക്കൾ നല്ലതല്ല, യാത്ര കൊണ്ട് നല്ലതല്ലാണ്ട് ചില വിശ്വാസം ഇന്ത്യ നിലനിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷ ജീവിതത്തില് സഫർ തിങ്കളായതുകൊണ്ട് ഒരു മദീന വേണ്ടപ്പെട്ട ഒരു യാത്ര കൊണ്ടാണ്ട മാറ്റിവെച്ച ഒരു ചരിത്ര ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മത്തെ മോള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരു കുട്ടിയാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹയുടെ മദീനയിലെ ഈ സഫർ തിങ്കളായിരിക്കണം. അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗവജ ഇബ്നതഹു ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മോളായ ഫാത്തിമയെ നിക്കാഹാക്കി കൊടുത്തു, മദീനയിൽ കൊടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹു ഈ ശഹരി സഫർ തിങ്കള് മദീന ആവുന്ന ഏത് തിങ്കളുണ്ട്, ഏത് നാളാവണുണ്ട്, എപ്പോ ആവണുണ്ട്, അതിന് പ്രത്യേക സുന്നത്ത് എന്തിനേക്ക് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പാക്കി. ആ പഠിപ്പാക്കുന്ന ചൊന്നൊരു ഏറ്റവും നല്ല മദീനാണോ 2 തിങ്കൾ ചൊന്നൊരു അതിന്റെ തോന്നായിരിക്കുന്നത് സഫർ തിങ്ക, പിന്നെ ശവ്വാൽ തിങ്ക. ഈ 2 തിങ്കളായിരിക്കുന്നത് മദീനാവുന്നത് നിക്കാഹാവുന്നത് ഒന്ന് ഭാര്യ ഭർത്താവ് ഫസ്റ്റ് കൂടുന്ന ഏറ്റവും നല്ല നാളിൽ തിങ്കള് ഈ സഫറും ശവ്വാലുണ്ട്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പരിപാടികൾ. പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തിലെ സഫറുമാർ തിങ്കൾ ആരോഗ്യമാണ്. ശവ്വാലിന്റെ
നിങ്ങൾ എന്റെ അത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ ഫീ ശവ്വാൽ തിങ്കളായിരിക്കുന്നത് വദഖല ഫീഹി ആ ശവ്വാൽ തിങ്കളായിരിക്കുന്നത് നാം വീട്ടിൽ കൂടിയത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിൽ 6 വയസ്സിൽ പക്ഷെ വീട്ടിൽ കൂടിയിട്ടില്ല. ഒരു ശവ്വാൽ തിങ്കൾ നിക്കാഹായിട്ട് വലിയ വയസ്സാകുമ്പോൾ തിങ്കൾ ശവ്വാലായിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ കൂടിയാക്കി ജന്മം ശവ്വാലായിട്ട്. അപ്പൊ ഹബീബായ റസൂൽ ദിവസത്തെ മോളില് മദീനയിൽ സഫർ തിങ്കൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നായി ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലെ അത് ശവ്വാൽ തിങ്കള് അതുകൊണ്ട് ഈ സഫർ തിങ്കള് മദീനയെ തീരാൻ യാത്ര പോകാൻ തീരാൻ തിങ്കള് അപകടം പിടിച്ച് തിങ്ങൾക്ക് നമുക്ക് ഉൾക്കൊള്ളുന്നത് വിശ്വാസ പ്രക്രിയ തീരാം. ഇസ്ലാമിക ചരിത്രത്തിൽ പല ഘടനവും സഫർ തിങ്കളായിട്ട് നടന്നിട്ട് വിജയിച്ച ചരിത്രമേയില്ല. സ്വർഗ ചരിത്രങ്ങൾ വിജയിച്ച ചരിത്രമേയില്ല. ഹിജ്റ 2ാമത്തെ വർഷ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബനൂ നദ്റിന്റെ ഗോത്രത്തിന് മദീനത്തിൽ എതിരായിട്ട് രംഗപ്രവേശനാക്കിയാറോ മദീനത്തിൽ എതിരായിട്ട് വന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കൾക്കും എതിരായിട്ട് വന്നാറ്. 18ാമത്തെ ഒരു സൈനിക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലെ തയ്യാറാക്കി അവരുടെ യുദ്ധം ചെയ്തിട്ട് ആ യുദ്ധത്തില് കെട്ടിയാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന അതും ഈ ഒരു സഫറത്തിലായിരിക്കും. വേറെ സമയത്ത് ഹിജ്റ 7ാമത്തെ വർഷത്തില് ഖൈബറിൽ നടന്ന ചരിത്രത്തിൽ പ്രസിദ്ധപ്പെട്ട ഒരു യുദ്ധമായിട്ട് ഖൈബർ യുദ്ധ. ആ ഖൈബർ യുദ്ധത്തിൽ ഇസ്ലാം വലിയ വിജയമായിട്ട് അതും ഈ ഒരു സഫറത്തിലായിരിക്കുന്നത്. ഇതെല്ലാമാണ് ചൊല്ലുന്നത് തന്നെ ഈ സഫറത്തിങ്ങള് അപകടത്തിലൊക്കെ നിങ്ങളുണ്ട അതൊരു അപകടത്തിൽ പിടിച്ച് നിങ്ങളുണ്ട ഒരു നഴ്സ് നിങ്ങളുടെ ഒരു വിശ്വാസനക്ക് തീരെ ഇക്കൊള്ളുക അതിൽ മഹിളാവുന്ന ഏറ്റവും നല്ല നിങ്ങളായിരിക്കും. യാത്ര പോകുന്നത് തൊണ്ടരൊന്നുമില്ല. ഈ ഖൈബറും അതേപോലെ നാം യുദ്ധ ഖൈബർ യുദ്ധ നടന്നതിൽ പിന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിന് പുതിയ സാമ്പത്തിക ശക്തിയും സാമൂഹിക സ്വാധീനവും കിട്ടിയത് ആ സഫർ